മലപ്പുറം കീഴുപറമ്പ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് പെൺകുട്ടി മരിച്ച സംഭവത്തിൽ അരീക്കോട് താലൂക്ക് ആശുപത്രിക്കെതിരെ കുടുംബം. കടുത്ത പനിയും തളർച്ചയും ഉണ്ടായിട്ടും ആവശ്യമായ ചികിത്സ നൽകിയില്ല എന്നാണ് ആരോപണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് +2 വിദ്യാർത്ഥിയായ ദിയ ഫാത്തിമ മരണത്തിന് കീഴടങ്ങിയത്. അമീബിക് മസ്തിഷ്ക ജ്വരം രോഗം പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ഇറക്കിയ മാർഗനിർദ്ദേശം പാലിക്കപ്പെടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ആദ്യത്തെ ദിവസം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പം ഡോക്ടർ കാണിച്ചു, ചികിത്സകളൊക്കെ കിട്ടി. വൈകുന്നേരം ഞങ്ങളവിടെ പോന്നു, ട്രിപ്പിട്ട് പോന്നു. പിറ്റേന്നും അസുഖം മാറാഞ്ഞിട്ട് പിറ്റേന്നും അവിടെ വന്നപ്പോൾ ആ ഡോക്ടർ ആ കാര്യം മെയിൻ ചെയ്തില്ല. ഇന്നലെ വന്ന ആ ചികിത്സ സുഖമില്ലാഞ്ഞിട്ടാണ് വന്നതെന്നുള്ള ആ പരിഗണന പോലും കാണിച്ചിട്ടില്ല. പനി, വൈറൽ പനി ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു കവുത്തിന് വേദന ഉണ്ട്, അങ്ങോട്ട് നോക്കി ലൈറ്റ് കാണാൻ വയ്യ, മൂത്രത്തിൽ ബ്ലഡിൻ്റെ അംശം കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സൂചനകളും നമ്മൾ കാണിച്ചു പറഞ്ഞു കൊടുത്തിട്ടും പോലും മൈൻഡ് ചെയ്തില്ല ഡോക്ടർ. പിറ്റേന്ന് രാവിലെ സുഖമില്ലാഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ വന്നപ്പോഴും അതിനുള്ള ചികിത്സ ഒരു പറഞ്ഞുതരാം. അവിടെ നടക്കില്ല, കോഴിക്കോട് കോളേജിക്കോ മഞ്ചേരിക്കോ എവിടെയെങ്കിലും പോകണമെന്ന് അവർ പറഞ്ഞു തരാണെങ്കിൽ നമ്മൾ അങ്ങനെ കൊണ്ടുപോകാമായിരുന്നു. മുഹമ്മദ് ഷംസീർ വിശദാംശങ്ങൾ നൽകും. ഷംസീർ, ഈ താലൂക്ക് ആശുപത്രിയിൽ ഈ പെൺകുട്ടിയെ എത്തിച്ചപ്പോൾ തന്നെ രോഗം ഇതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ തുടക്കത്തിൽ തന്നെ അവർക്ക് സാധിച്ചില്ലേ? പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? മെഡിക്കൽ കോളേജുകാർക്കും ഈ ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാൻ കഴിഞ്ഞില്ലേ? സൈഫു, അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ഒരു പ്രശ്നം അത് തുടക്കഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക്, ചുരുക്കി പറഞ്ഞാൽ മരണത്തിലേക്ക് എത്തുന്ന രോഗമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ രോഗം തിരിച്ചറിയുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിവിടെ സംഭവിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ കാണേണ്ടത്. ഈ കുട്ടി ഡിസംബറിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ദിയ ഫാത്തിമ. ഡിസംബറിൽ ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നുണ്ട്. ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് പനി തുടങ്ങുന്നത്. അങ്ങനെ ആദ്യം 15-ാം തീയതി അടുത്തുള്ളൊരു ക്ലിനിക്കിൽ ഡോക്ടറെ കാണിക്കുന്നുണ്ട്. 16-ാം തീയതി PHCയിൽ കാണിക്കുന്നു. അതിനുശേഷം രോഗം മൂർച്ഛിച്ച ഘട്ടത്തിലാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നത്, അരീക്കോട് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നത്. 19-ാം തീയതി അവിടെ കാണിക്കുന്നു. അത് ട്രിപ്പിട്ട് കിടത്തുന്നുണ്ട് ആ ദിവസം. അന്ന് വൈകിട്ട് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. പിറ്റേ ദിവസം രാവിലെ വീണ്ടും രോഗം മൂർച്ഛിച്ചതോടെ, അതായത് കടുത്ത പനിയുണ്ട്, മൂത്രത്തിൽ ബ്ലഡിൻ്റെ അംശം കാണുന്നു. അപ്പം തന്നെ ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും പിറ്റേ ദിവസം രാവിലെ തന്നെ ആശുപത്രിയിൽ പോകുന്നത്. എന്നാൽ മരുന്ന് കൊടുത്ത് വിട്ടയക്കുക മാത്രമാണ് ചെയ്തത് എന്നും വ്യായാമം ചെയ്യണമെന്ന് കുട്ടിയോട് നിർദ്ദേശിച്ചു എന്നുമാണ് പറയുന്നത്. അത്രമേൽ ക്ഷീണിച്ച കുട്ടിയോട് ആ തരത്തിൽ നിർദ്ദേശം നൽകി തിരിച്ചയച്ചു എന്ന് പറയുന്നു. പിന്നീട് വീണ്ടും ആ ദിവസവും കടന്നു പോകുന്നു. തൊട്ടടുത്ത ദിവസം വീണ്ടും സ്വകാര്യ ആശുപത്രിയിൽ കാണിക്കുന്നു. അവിടെ വെച്ചാണ് അടിയന്തരമായി മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറയുന്നത്. മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും രോഗം മൂർച്ഛിച്ച അവസ്ഥയിലായിരുന്നുവെന്ന് അവിടെ നിന്ന് തന്നെ ഡോക്ടർമാർ പറഞ്ഞുവെന്നാണ്. അങ്ങനെ 5 ദിവസം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നു, പിന്നീട് മരിക്കുന്നു. ഇവിടെ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ സ്ഥിതി ഗുരുതരമായി എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നീട് ഒരു ചികിത്സയ്ക്ക് സാധ്യതയില്ലാത്ത വിധം കാര്യങ്ങൾ അവതാളത്തിലായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കുടുംബം ആരോപിക്കുന്നത് അരീക്കോട് താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തിൽ നിന്ന് കൃത്യമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ സീരിയസ് ആയ ഒരു കുട്ടിയെ അവിടെ എത്തിച്ചിട്ട്, മാത്രമല്ല വിനോദയാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന കുട്ടിയാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം തന്നെ ഉള്ള കുട്ടിയാണ്. എന്നിട്ടും അത് അവർ കാര്യമായി കണ്ടില്ല എന്നുള്ള ആക്ഷേപമാണ് കുടുംബം ഉന്നയിക്കുന്നത്. നമ്മൾ ഈ വിഷയത്തിൽ DMOയുമായി സംസാരിച്ചിരുന്നു. DMO ഈ വിഷയത്തിൽ പറയുന്നത് ഈ ആരോപണം വന്ന സാഹചര്യത്തിൽ ആശുപത്രിയുമായി സംസാരിച്ചിരുന്നു, ഡോക്ടറുമായി സംസാരിച്ചിരുന്നു. പക്ഷേ ഈ തരത്തിലുള്ള ഒരു ഗൗരവ തരത്തിലുള്ള സാഹചര്യം അന്ന് ഉണ്ടായിരുന്നില്ല. പനി ഉണ്ടായിരുന്നു, അതിന് മരുന്ന് കൊടുക്കുകയും ചെയ്തു. മറ്റു അമീബിക്കിൻ്റെതായ ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് DMO നൽകുന്ന വിശദീകരണം. ഇതേ സമയം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ വർഷം ജൂലൈ മാസത്തിലാണ് കോഴിക്കോടും മലപ്പുറം ജില്ലയിലൊക്കെയായി അമീബിക് മസ്തിഷ്ക ജ്വരം കുറച്ച് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് കുട്ടികൾ മരിക്കുന്ന നില വരെ ഉണ്ടായിരുന്നു. അന്ന് സംസ്ഥാന സർക്കാർ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി, നമ്മൾ കാണേണ്ട കാര്യം, ഇതിന് കൃത്യമായ മരുന്നില്ല എന്ന പ്രശ്നമുണ്ട്. രോഗം ഗുരുതരമായി കഴിഞ്ഞാൽ മരണമാണ്, പിന്നെ അവസാനം മരണത്തിലാണ് ചെന്നെത്തുക. അപ്പോൾ ആദ്യം തന്നെ രോഗം തിരിച്ചറിയാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു സർക്കുലർ സംസ്ഥാന സർക്കാർ, അതായത് ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിരുന്നു. ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ലക്ഷണം, എന്താണ് ഇതിൻ്റെ ഗൗരവം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. 94% മരണനിരക്കുള്ള രോഗമാണ് എന്നും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നും കൃത്യമായി വിശദീകരിക്കുന്ന സർക്കുലറാണ്. ഷംസീർ, ഈ കുട്ടിയുടെ ബന്ധു അഷ്റഫ് കീഴ്പറമ്പ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അഷ്റഫ് കീഴ്പറമ്പ്, ഈ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ സംഗതി രോഗം ഇതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ താലൂക്ക് ആശുപത്രി അധികൃതർക്ക് സാധിച്ചിരുന്നോ? പിന്നീട് എപ്പോഴാണ് നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? അത് 3-ാമത്തെ പ്രാവശ്യം താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷമാണ്. യാതൊരു മാറ്റം വരാത്തതിനോണ്ട് ഞങ്ങൾ എടവണ്ണപ്പാറുള്ള
ഹോസ്പിറ്റലിൽ സ്വകാര്യ ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു. മണിക്കൂർ നോക്കിയപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ക്രിട്ടിക്കലാണ്, വേഗം കോളേജിൽ കൊണ്ടുപോയിക്കോളി എന്നുള്ളതാണ്. അല്ല, അപ്പോഴും അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇല്ലല്ല, ഒരു കൺഫേം ആയില്ലല്ലോ. കോളേജിൽ മെഡിക്കൽ കോളേജിൽ തന്നെ 4 ദിവസം കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസമാണ് ഒരു സ്ഥിരീകരണം വരുന്നത്. മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷം അഡ്മിറ്റായി 3-ാമത്തെ ദിവസമാണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് കണ്ടെത്തുന്നത് അല്ലേ? അതെ അതെ. അപ്പോഴേക്കും വൈകിപ്പോയി. അതെ അതെ. അപ്പോൾ അത് വൈകിപ്പോയി. പിന്നെ കാലത്ത് 11 മണിക്കാണ് ഇത് മെഡിസിൻ കയറ്റുന്നത്. ഈ അരീക്കോട്ടെ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഒരു പ്രശ്നം, അതിന് കൃത്യമായ മരുന്ന് ഇല്ല, പക്ഷേ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇത് കണ്ടെത്താൻ വേണ്ടിയുള്ള ആരോഗ്യവകുപ്പ് തന്നെ പുറത്തിറക്കിയ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ അവിടെ ഈ സൗകര്യങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഒക്കെ അപര്യാപ്തതയാണോ, അതോ അവർ നിങ്ങളെ വേണ്ട രീതിയിൽ കെയർ ചെയ്തില്ല എന്നാണോ നിങ്ങളുടെ ഒരു പരാതി? ഗൗരവത്തിലെത്തില്ല, ഒക്കെ വൈറൽ പനി എന്നുള്ളൊരു ഇതിലാണ് പൊതുവെ അവിടെ എന്നുള്ള. ഇപ്പൊ എല്ലാ പ്രാഥമിക ആരോഗ്യത്തിന് ഫസ്റ്റില് അതങ്ങനെയാണ് ചെയ്യല്. പക്ഷെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഓരോരു ശ്രദ്ധിക്കേണ്ടിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് എന്തെങ്കിലും അനാസ്ഥ ഉണ്ടെന്ന് നിങ്ങൾ സംശയമുണ്ടോ? ഞാൻ മെഡിക്കൽ കോളേജിൽ തന്നെ എത്തുന്നത്, അതുവരെ അനിയനായിരുന്നു. മെഡിക്കൽ കോളേജിൽ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല പരിചരണമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും പിന്നെ രോഗം കുറച്ച് മൂർച്ഛിച്ചിട്ട് പിന്നീട് ക്രിട്ടിക്കലായി കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് എന്ത് പറഞ്ഞു? ഇത് നമുക്ക് വേറെ എന്തെങ്കിലും മാർഗങ്ങൾ നോക്കാം എന്നൊന്നും അവർ പറഞ്ഞില്ല. അല്ല, വേറെ മാർഗങ്ങൾ സ്വകാര്യ പിന്നെ MRI എടുക്കാൻ പറഞ്ഞിരുന്നു. MRI എടുക്കാൻ വന്നപ്പോൾ അപ്പോൾ ഓക്സിജൻ പറ്റ ലോ ആയി. അപ്പൊ ലോ ആയ ഇതിൽ MRI എടുക്കാൻ പാടില്ല, കഴിയില്ല. അപ്പൊ പിന്നെ സംവിധാനം സ്വകാര്യ ഹോസ്പിറ്റലേ ഉള്ളൂ. ഈ മോൾക്കൊപ്പം ടൂർ പോയ മറ്റാർക്കെങ്കിലും ഇതേ രീതിയിൽ പനിയോ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല. ഇല്ല ഇല്ല. നന്ദി ശ്രീ അഷ്റഫ് പ്രതികരിച്ചതിന്. ഷംസീർ തുടരുന്നുണ്ട്. ഷംസീർ, ഇതിനകത്തിപ്പോൾ ഷംസീർ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ് പ്രശ്നം. കാരണം കൃത്യമായൊരു മരുന്ന് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ രോഗം സ്ഥിരീകരിക്കാൻ, രോഗം ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്, മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് നമ്മുടെ ഈ സർക്കാർ ആശുപത്രികളിൽ നിന്നും കൃത്യമായി നടപ്പാക്കുന്നില്ലെന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ശക്തമാണ്. അതിൻ്റെ ഒരു ഒടുവിലത്തെ ഇര കൂടിയായി മാറുകയാണ് ദിയ. തീർച്ചയായും സൈഫ്, അത് തന്നെയാണ്. ഈ രോഗം തുടക്കഘട്ടത്തിൽ തിരിച്ചറിയുക എന്നത് ഇത് വലിയ ടാസ്കുള്ള കേസ് കൂടിയാണ് കേട്ടോ. കാരണം ഈ നട്ടലിൽ നിന്ന് നട്ടലിൽ കുത്തിയെടുത്തുള്ള ഒരു ഫ്യൂൽ വെച്ചിട്ടാണ് ഇത് പരിശോധിക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ സാധ്യതകൾ കണ്ടെത്താൻ തന്നെ പ്രയാസമാണെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ പരിശോധന നടത്തിയാലും സ്ഥിരീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത് അമീബിക് മസ്തിഷ്ക ജ്വരം ആണ് എന്ന സംശയമെങ്കിലും ഡോക്ടർമാർക്ക് ഉണ്ടാകണമെന്നുള്ള കാര്യമുണ്ട്. കാരണം ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ ആയിട്ടാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ എത്തിക്കുന്നതെന്ന് രക്ഷിതാക്കൾ പറയുന്നുണ്ട്. കടുത്ത ക്ഷീണമുണ്ടായിരുന്നു, കടുത്ത പനി ഉണ്ടായിരുന്നു, മൂത്രത്തിൽ ബ്ലഡ് ഉണ്ടായിരുന്നു, അങ്ങനെ തല അനക്കാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുമായാണ് അവിടെ എത്തിയതെന്ന് രക്ഷിതാക്കൾ പറയുകയാണ്. അതേസമയം തന്നെ ഇതൊക്കെ DMO നിഷേധിക്കുന്നുണ്ട്. എന്താണ് സംഭവമെന്ന് നമുക്ക് വ്യക്തമല്ല, കുടുംബം ആരോപിക്കുന്ന കാര്യമേ നമ്മുടെ മുന്നിലുള്ളൂ. അതേസമയം തന്നെ ഇത് കൃത്യമായി കണ്ടെത്തേണ്ട സാഹചര്യം അവിടെയുണ്ട്. ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അവിടെ കിടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ തരത്തിലുള്ള രോഗാവസ്ഥ കൂടി വരുമെന്നുള്ള സംശയമില്ല. പ്രത്യേകിച്ച് കുട്ടികളിലും കൗമാരക്കാരിലുമാണ് ഈ രോഗം കൂടുതലായി കണ്ടെത്തുന്നത്. വളരെ പെട്ടെന്ന് മരണത്തിലേക്ക് നീങ്ങും. ആദ്യം ചികിത്സ കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്ന പ്രശ്നമാണ് ഇതിൽ സംഭവിക്കുക. അതുകൊണ്ട് ശരി ഷംസീർ, എന്തായാലും മലപ്പുറം കീഴ്പറമ്പ് സ്വദേശിയായ +2 വിദ്യാർത്ഥിനി ദിയ ഫാത്തിമയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയത്. നേരത്തെ തന്നെ താലൂക്ക് ആശുപത്രിയിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമൊക്കെ അഡ്മിറ്റാക്കി ചികിത്സ നൽകിയെങ്കിൽ കൂടിയും മരണം സംഭവിക്കുകയായിരുന്നു.